നമസ്കാരം. എന്തുകൊണ്ട് ബോയിങ്ങിനേക്കാൾ സുരക്ഷിതമായ ഫ്രാൻസിൻ്റെ എയർബസ് വിമാനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് എയർ ഇന്ത്യ വാങ്ങാൻ തീരുമാനിച്ചിട്ടും അവർ ബോയിങ് ഡ്രീംലൈനർ വിമാനങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടേയിരുന്നു? അഹമ്മദാബാദ് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പഴയ വാർത്തകൾ ഒന്ന് ചികഞ്ഞു നോക്കിയപ്പോൾ അധികമൊന്നും പുറകോട്ട് പോകേണ്ടി വന്നില്ല. വർഷം 2023, 2 വർഷം മുമ്പ്. അന്ന് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വിമാനം വാങ്ങൽ കരാറിൽ എയർ ഇന്ത്യ ഒപ്പിട്ടു. ഫ്രഞ്ച് വിമാന നിർമ്മാതാക്കളായ എയർബസിൽ നിന്നും 250 വിമാനങ്ങളും അമേരിക്കയുടെ ബോയിങ് കമ്പനിയിൽ നിന്നും 220 ജെറ്റുകളും ഉൾപ്പെടെ 470 വിമാനങ്ങളാണ് അന്ന് എയർ ഇന്ത്യ വാങ്ങാൻ തയ്യാറെടുത്തത്. അതിൽ ചില വിമാനങ്ങൾ എയർ ഇന്ത്യക്ക് ലഭിക്കുകയും ചെയ്തു. ഇനി പകുതി വരാനിരിക്കുന്നു. ഖത്തർ എയർവേസ്, സിംഗപ്പൂർ എയർലൈൻസ്, എമിറേറ്റ്സ് എന്നിവയാണ് ലോകത്തെ മുൻനിര എയർലൈനുകൾ. ഇവയെ കടത്തിവെട്ടണം എന്ന ലക്ഷ്യത്തോടെയാണ് എയർ ഇന്ത്യ ഈ 470 പടുകുറ്റൻ വിമാനങ്ങൾ വാങ്ങി തങ്ങളുടെ ഫ്ലീറ്റിൽ ചേർക്കാനായിട്ട് അന്ന് ലക്ഷ്യമിട്ടത്. അന്ന് മീൻസ് 2 വർഷം മുമ്പ് മാത്രം. ലോക വിപണിയിൽ ഒന്നാമതായി മാറുകയാണ് ടാറ്റയുടെ കയ്യിൽ കിട്ടിയ എയർ ഇന്ത്യയുടെ ലക്ഷ്യം. അങ്ങനെ വാങ്ങിക്കൂട്ടിയതാണ് ബോയിങ് വിമാനങ്ങൾ, ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ഡ്രീം ലൈനർ അടക്കം. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, രത്തൻ ടാറ്റ എന്നിവർ പങ്കെടുത്ത ഒരു വീഡിയോ കോൺഫറൻസിലായിരുന്നു എയർ ഇന്ത്യയുടെ ഉടമകളായ ടാറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ്റെ ആ ചരിത്രപരമായ പ്രഖ്യാപനം വന്നത്. ലോകത്തെ ഏറ്റവും വലിയ ഒറ്റത്തവണ വിമാന വാങ്ങൽ കരാർ കൂടിയായിരുന്നു അത്. ഫ്രാൻസിൻ്റെ എയർബസ് മാത്രം എയർ ഇന്ത്യ അന്ന് പ്രിഫർ ചെയ്യാത്ത എന്താണ്? കാരണം അമേരിക്കയെയും പകുതിയെങ്കിലും സന്തോഷിപ്പിക്കണം എയർ ഇന്ത്യക്ക്. അതിന് വാങ്ങുന്നതിൻ്റെ പകുതി വിമാനങ്ങളെങ്കിലും ബോയിങ് ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളായിരിക്കണം. അങ്ങനെയാണ് അമേരിക്കയുടെ ബോയിങ്ങിൽ നിന്നും 737 മാക്സ്, 787 ഡ്രീം ലൈനേഴ്സ്, 777X തുടങ്ങിയ വിമാനങ്ങൾ വാങ്ങാൻ എയർ ഇന്ത്യ എയർബസ് വാങ്ങുന്നതിനൊപ്പം തീരുമാനിച്ചത്. എയർബസിൽ നിന്നും A350, A320 വിമാനങ്ങൾ 2022 ജനുവരിയിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും എയർ ഇന്ത്യ ടാറ്റ ഗ്രൂപ്പ് വാങ്ങിക്കൂട്ടിയതിനു ശേഷം നൽകുന്ന ആദ്യത്തെ ഓർഡർ എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ടായിരുന്നു. ഓർക്കണം, 2005 ഇതിനു മുമ്പ് എയർ ഇന്ത്യ അവസാനമായി വിമാനങ്ങൾക്ക് ഓർഡർ നൽകിയിരുന്നത്. ടാറ്റ ഗ്രൂപ്പ് ചിന്തിച്ചത് അടുത്ത 15 വർഷത്തിൽ ഇന്ത്യക്ക് വേണ്ടത് 2500 വിമാനങ്ങൾ. സുരക്ഷ, ഉപഭോക്തൃ സേവനം, സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ് നെറ്റ്വർക്ക്, മാനവ വിഭവശേഷി ഇതെല്ലാം ഒരുമിച്ച് കൂടി വരുമ്പോൾ ഒരു വലിയൊരു നെറ്റ്വർക്കായി ലോകത്ത് മാറാൻ സാധിക്കുമെന്നായിരുന്നു എയർ ഇന്ത്യയുടെ കണക്കുകൂട്ടൽ. അങ്ങനെ വാങ്ങിക്കൂട്ടിയ 787 ഡ്രീം ലൈനേഴ്സ് വിമാനങ്ങളിൽ ആദ്യത്തെ അപകടം അഹമ്മദാബാദിൽ കഴിഞ്ഞ ദിവസം നടന്നു, 2 വർഷത്തിന് ശേഷം. ഇതിനു മുമ്പ് ബോയിങ്ങിൻ്റെ ഡ്രീം ലൈനേഴ്സ് മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും അന്താരാഷ്ട്ര സർവീസുകളിൽ ഈ വിമാനങ്ങൾ ഉണ്ടാക്കി വെച്ച ബുദ്ധിമുട്ടുകൾ, യാത്രക്കാർക്കുണ്ടാക്കിയ നിരവധി അനിഷ്ടങ്ങൾ, അസ്വസ്ഥതകൾ അത് തെല്ലൊന്നുമല്ലായിരുന്നു. യാത്രക്കാരുടെ നിരന്തര വിമർശനങ്ങൾക്കാണ് ഈ ഡ്രീം ലൈനർ വിമാനങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ പല വിമാന സർവീസുകളിൽ യാത്രക്കാർ രേഖപ്പെടുത്തിയത് അങ്ങനെയാണ്. ഒരു ഘട്ടത്തിൽ US അധികൃതർ പോലും തങ്ങളുടെ ഫാക്ടറികളിൽ ഡ്രീം ലൈൻ വിമാനങ്ങൾ നിർമ്മിക്കുന്നത് നിർത്തിവെക്കണമെന്ന് നിർദ്ദേശം നൽകേണ്ട ഗതികേടുമുണ്ടായി. എന്നിട്ടും എയർ ഇന്ത്യ എയർ ഫ്രാൻസിനെ മറികടന്ന് ബോയിങ്ങിൻ്റെ ഡ്രീം ലൈനർ അടക്കമുള്ള വിമാനങ്ങൾക്ക് മുൻഗണന നൽകി. എന്തിന് എയർബസ് എന്ന് ഇനി വ്യക്തമാക്കാം. കഴിഞ്ഞ വർഷം അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടിടപെട്ടാണ് ഫ്രാൻസിൻ്റെ മികച്ച ഇനമായ എയർബസ് വാങ്ങാൻ എയർ ഇന്ത്യയെ കൊണ്ട് തീരുമാനമെടുപ്പിച്ചത്. എയർബസിൽ നിന്ന് 40 A350 വിമാനങ്ങളും 210 A320 വിമാനങ്ങളും വാങ്ങാനായിരുന്നു ഒടുവിൽ എയർ ഇന്ത്യ കരാറിലെത്തിയത്. ഇന്ത്യൻ വ്യോമസേനയുടെ റഫേൽ യുദ്ധവിമാനങ്ങൾ ഫ്രാൻസിൽ നിന്നും വാങ്ങിയതാണ്. അവ കൂടുതൽ കാര്യക്ഷമമാണെന്ന് ഇതിനകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ. റഫേലിൻ്റെ എഞ്ചിൻ നിർമ്മാണവും ഇന്ത്യയിൽ ഫ്രാൻസുമായുള്ള സംയുക്ത സംരംഭമായി ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കൻ ഭരണകൂടത്തിന് പോലും വിശ്വാസമില്ലാത്ത അവരുടെ ബോയിങ് വിമാനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് ഫ്രാൻസിൻ്റെ എയർബസിൻ്റെ ഏത് വകഭേദം വാങ്ങിയാലുമെന്ന് ഇപ്പോൾ എയർ ഇന്ത്യക്കും വ്യക്തമായി അറിയാം. അങ്ങനെ കഴിഞ്ഞ വർഷം എയർ ഇന്ത്യ 10 A350 വൈഡ് ബോഡി വിമാനങ്ങൾക്കും 90 സിംഗിൾ ഐസിൽ A320 ഫാമിലി വിമാനങ്ങൾക്കും ഓർഡർ നൽകുകയും 2023 എയർ ഇന്ത്യ ഓർഡർ ചെയ്തിരുന്ന 40 A350, 210 A320 വിമാനങ്ങൾക്ക് പുറമെയാണ് ഈ പുതിയ ഓർഡർ നോക്കണം. അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ശക്തമായ നിർദ്ദേശങ്ങളെയും ഇടപെടലിനെയും തുടർന്നാണ് എയർബസുമായി പുതിയ അടുത്ത കരാറിലെത്താൻ എയർ ഇന്ത്യക്ക് നിർബന്ധിതരാകേണ്ടി വന്നത്. പക്ഷേ ആ വിമാനങ്ങൾ ഇന്ത്യയിൽ എത്തി തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ട എയർലൈൻ അടക്കമുള്ള ഡ്രീം ലൈൻ അടക്കമുള്ള
ബോയിങ്ങിൻ്റെ വിമാനങ്ങൾ ഉപയോഗിച്ച് എയർ ഇന്ത്യ പല നിർണായകമായ സുപ്രധാനമായ റൂട്ടുകളിലേക്കും സർവീസ് നടത്തുന്നതും ഒരു മടിയുമില്ലാതെ. എയർബസ് വിമാനങ്ങൾക്കായുള്ള എയർ ഇന്ത്യയുടെ മൊത്തം ഓർഡർ ബുക്കിംഗ് ഇപ്പോൾ 344 എണ്ണമാണ്. 6 എണ്ണം A50-900 വിമാനങ്ങൾ ഇതിനകം എയർബസ് ഇന്ത്യക്ക് നൽകി കഴിഞ്ഞു. 2024 ജനുവരിയിലാണ് എയർ ഇന്ത്യ A350 സർവീസുകൾ തുടങ്ങിയത്. ലോകത്തെ ഏറ്റവും ആധുനികവും കാര്യക്ഷമവുമായ വൈഡ് ബോഡി വിമാനവും 300 മുതൽ 410 സീറ്റർ വിഭാഗത്തിലെ ലോങ് റേഞ്ച് ലീഡർ എന്ന് വേണമെങ്കിൽ പറയാം ഈ എയർബസ് A350 വിമാനങ്ങളെ. അതിൻ്റെ രൂപകൽപ്പനയും സാങ്കേതികവിദ്യയും എയറോഡൈനാമിക്സും ഭാരം കുറഞ്ഞ പക്ഷേ ഏറ്റവും പുതുതലമുറയുള്ള എഞ്ചിനുമൊക്കെ ബോയിങ് വിമാനത്തെക്കാൾ എന്തുകൊണ്ടും മികച്ചതാണെന്നതിന് മറ്റൊരു തെളിവും വേണ്ട. ഇന്ധനക്ഷമത, പ്രവർത്തന ചിലവ്, കാർബൺ ഡയോക്സൈഡ് ഉദ്വമനം, ഇതിലൊക്കെ മികച്ച കാര്യക്ഷമത പ്രകടിപ്പിക്കാൻ ഈ A350 വിമാനങ്ങൾ കഴിഞ്ഞിട്ടുമുണ്ട്. എയർബസിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഇനമാണ് A320 നിയോ. അതുല്യമായ പ്രകടനം, സിംഗിൾ ഐസിൽ വിമാനങ്ങളെ അപേക്ഷിച്ച് 50% ശബ്ദക്കുറവും 20%-ലധികം ഇന്ധന ലാഭവും. ഇതാണ് A320യും വാഗ്ദാനം ചെയ്തത്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ബോയിങ്ങിന് ഒരിക്കലും എയർ ഇന്ത്യക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ വിമാന കമ്പനികൾക്കോ നൽകാൻ പറ്റാത്തൊരു സേവനമാണ് എയർബസ് ഫ്ലൈറ്റ് അവർ സർവീസസ് FHSC. എയർബസുമായുള്ള ഇന്ത്യയുടെ ഈ കരാർ അതിനിർണായകമാണ്. കാരണം ബോയിങ്ങിന് അത്തരം ഒരു കരാറുമില്ല. വിമാന അറ്റകുറ്റപ്പണികൾക്ക് നിശ്ചിത മണിക്കൂർ പ്രകാരം പണമടച്ച് ഉള്ള ഒരു സമഗ്രമായ മെറ്റീരിയൽ മെയിൻ്റനൻസ് സേവനമാണ് ഈ FHS എയർബസുമായിട്ടുള്ളത്. ഡൽഹിയിലെ അവരുടെ അറ്റകുറ്റപ്പണി കേന്ദ്രം മുതൽ സംയോജിത ഘടക സേവനങ്ങൾ, പിന്നെ ഇതൊക്കെ എയർ ഇന്ത്യക്ക് എയർ ഫ്രാൻസ് ഈ കരാറിലൂടെ നൽകും. എയർബസിൻ്റെ വിവിധ ഭാഗങ്ങളുടെ അറ്റകുറ്റപ്പണി, എഞ്ചിനീയറിംഗ് സേവനങ്ങൾ, ഇതിനൊക്കെ എയർ ഇന്ത്യയുടെ വിദഗ്ധന്മാർക്ക് ഇതുവഴി പ്രവേശനമുണ്ടാകും. പിന്നെ എയർബസിൻ്റെ വിമാനങ്ങൾ, എയർബസിൻ്റെ വിപണിയിലെ ഏറ്റവും സുഖകരവും ഇന്ധനക്ഷമതയുള്ളതുമായ നേരത്തെ പറഞ്ഞതുപോലത്തെ സിംഗിൾ ഐസിൽ വിമാന കുടുംബമായ A320 നിയോ ഫാമിലി. എഞ്ചിൻ ഏറ്റവും പുതുതാണ്, എയർ സ്പേസ് ക്യാബിനും ഏറ്റവും പുതുതാണ്. ദീർഘദൂര വൈഡ് ബോഡി ഇരട്ട എഞ്ചിൻ വിമാനമാണ് ഈ ബോയിങ് 787 ഡ്രീം ലൈനറിന് മറുപടിയായി 2004 പുറത്തിറക്കിയ എയർബസ് A350. 1500 കിലോമീറ്റർ വരെ ഒറ്റത്തവണ പറക്കും. 300 മുതൽ 350 യാത്രക്കാരെ വരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ് A350-900 എന്ന മോഡൽ. A350യുടെ അടുത്ത മോഡലാണ് A350-1000. പരമാവധി 16,500 കിലോമീറ്റർ യാത്ര ചെയ്യുകയും 350 മുതൽ 410 യാത്രക്കാരെ ഉൾക്കൊള്ളുകയും ചെയ്യും. 2014 ഓർക്കണം, 11 വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യത്തെ A350-900 വെർഷൻ ഖത്തർ എയർവേസിൽ സർവീസിനായി കയറുന്നത്. തുടർന്ന് 2018 ഖത്തർ എയർവേസിൽ A350-1000 വിമാനങ്ങളും പ്രവർത്തന സജ്ജമായി. സിംഗപ്പൂർ എയർലൈൻസിന് 65 A350 വിമാനങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ A350 വിമാനങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ആരെന്ന് പറഞ്ഞാൽ ഞെട്ടും. ടർക്കിഷ് എയർലൈൻസ് ആണ് 110 വിമാനങ്ങൾ A350 ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്നത്. എയർബസ് ആകട്ടെ ആകെ 1391 A350 വിമാനങ്ങൾക്ക് ലോകത്തെ വിവിധ കമ്പനികളിൽ നിന്നും ഓർഡർ സ്വീകരിക്കുകയും അതിൽ ഇതുവരെ 655 എണ്ണം കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ലോകത്ത് 38 ഓപ്പറേറ്റർമാർക്കായി 657 വിമാനങ്ങൾ ഇപ്പോൾ സർവീസിലുണ്ട്. ബോയിങ്ങിൻ്റെ ഏറ്റവും വലിയ ദീർഘദൂര ഇരട്ട ജെറ്റ് വിമാനങ്ങളായ ബോയിങ് 777, അതിൻ്റെ പിൻഗാമിയായ ബോയിങ് 777X, 787 ഡ്രീം ലൈനർ ഇവയോട് മത്സരിക്കുന്ന ലോകത്തെ ഒരേ ഒരു വിമാനമാണ് എയർബസിൻ്റെ A350. അതുകൊണ്ട് തന്നെ എയർ ഇന്ത്യക്ക് ഇനിയെങ്കിലും ഒരു പുനർചിന്തനം ഉണ്ടാകണം. ബോയിങ്ങിൻ്റെ വിവിധ ഡ്രീം ലൈനർ അടക്കമുള്ള വിവിധ വിമാന വിഭാഗങ്ങളെ ഒഴിവാക്കി എയർബസിൻ്റെ A320, A350 വിഭാഗങ്ങളെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞാൽ തന്നെ എയർ ഇന്ത്യക്ക് അവർ 2023 ലക്ഷ്യം കണ്ടതുപോലെ ലോകത്തെ ഏറ്റവും വലിയ വിമാന ഓപ്പറേറ്റിംഗ് കമ്പനിയായി മാറാൻ കഴിയും.